They say that falling in love is wonderful. It's wonderful. So they ചില കാര്യങ്ങൾ ഇങ്ങനെയാ, ഒന്നും നമ്മൾ വിചാരിക്കും പോലെ നടക്കില്ല. പെണ്ണിനെ കാണാൻ വന്നാൽ എൻഗേജ്ഡ് ആണത്രേ. എന്നിട്ട് നമ്മളിങ്ങനെ പഴയ ഗ്രാമ്പും പാട്ടും കേട്ട് പോയി. അയാൾക്ക് കുറച്ച് നേരത്തെ പോണ്ടി വന്നു. നീ ഞങ്ങളോട് കാണിച്ച പണി കൊള്ളാം. അയാൾ എൻഗേജ്ഡ് ആണെന്ന് ഞങ്ങളോട് നീ പറഞ്ഞില്ലല്ലോ. എന്നാണ് പറഞ്ഞത് അയാൾ. ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് വളരെ നന്നായി. നീ നിന്റെ ഫാക്ടറിയിലെ അടുത്ത പരിചയക്കാരനല്ലേ പറഞ്ഞത് ഫ്രെഡിയെ പറ്റി. പക്ഷെ ഞാൻ എങ്ങനെ അറിയാനാ? സ്ട്രേഞ്ച്. അടുത്ത ഫ്രണ്ട് മാരേജ് ചെയ്യാൻ പോകുന്നത് നിനക്ക് മാത്രം അറിയില്ല. ഞാൻ ഫാക്ടറി പോന്ന പണിയെടുക്കാനാ, ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. നിനക്ക് എവിടെ ആയാലും ഒന്നും അറിയില്ലടാ. നീ ജീവിക്കുന്നത് സ്വപ്ന ലോകത്താ. നീ എവിടേക്കാ? സിനിമയ്ക്ക്. പൊയ്ക്കോ. ഞങ്ങൾ രണ്ടുപേരെയും വിട്ടികളാക്കിയിട്ട് നീ പൊയ്ക്കോ. ഇത്രയും ചെലവും ഒരുക്കങ്ങളെല്ലാം വേറൊരു പെണ്ണിന്റെ ഫിയാൻസിക്ക് വേണ്ടി. നീ സിനിമയ്ക്ക് പൊയ്ക്കോ. ഞങ്ങളെ കുറിച്ച് ഓർക്കേ വേണ്ട. പപ്പ ഉപേക്ഷിച്ചു പോയി നിന്റെ മമ്മിയെ കുറിച്ച് നീ ഓർക്കണ്ട. ഞൊണ്ടിയായി നിന്റെ സിസ്റ്ററിനെ കുറിച്ച് നീ ഓർക്കണ്ട. അതൊന്നും നിന്റെ സൗകര്യത്തിന് ചേർന്നതല്ലോ. നിന്റെ സ്വാർത്ഥതയ്ക്ക്. ഗോ, പൊയ്ക്കോ. സിനിമയ്ക്ക് പൊയ്ക്കോ. പൊയ്ക്കോ. എന്റെ സ്വാർത്ഥതയെ പറ്റി മമ്മ എത്ര നിലവിളിക്കുന്നു അത്രയും വേഗം ഞാൻ പോവും. പക്ഷെ സിനിമയ്ക്കല്ല. പോടാ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. യു സെൽഫിഷ് ഡ്രീമർ. പൊയ്ക്കോ. പഴയ കാലം മറന്നുപോയാൽ അത് ആവർത്തിക്കാൻ നിർബന്ധിതനാവുന്ന ആരോ പറഞ്ഞു. നമ്മെ എവിടെയോ പിടിച്ച് തളയ്ക്കുന്നൊരു നങ്കൂരം പോലെ കാലം. മറ്റൊരാളായി തീരണമെങ്കിൽ ഈ ഓർമ്മകളിൽ നിന്ന് രക്ഷ നേടുക മാത്രം വഴി. Remember me, Fred? Mama, look, ആരാ വന്നിരിക്കുന്നറിയോ? It's Freddie Vance. Oh my goodness. Freddie Vance. What a surprise. ഇതാരാ? Mrs. Evans. Let me remember the name. Bertie, isn't it? Come, Mr. Evans. Hello, ma'am. Hello. കൊടുക്കുമോളെ. My baby. Thank you. These are beautiful flowers. What's your name, baby? Anna. And what's your name, sweetheart? Sarah. Oh, they're so
സ്വീറ്റ് ബേബി. ഫ്രെഡി ഇന്ന് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ മമ്മയോട് പറയാതിരുന്നു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. സെയിം ഓൾഡ് നീൽ. ഒരു മാറ്റമല്ല ഇവന്റെ സ്വഭാവത്തിന്. ഇപ്പൊ 7 വർഷമായി റോസ് പോയിട്ട്. മധുരയ്ക്ക് അടുത്തുള്ള ഒരു സാനിറ്റോറിയത്തിലായിരുന്നു കുറെ കാലം. കംപ്ലീറ്റ്ലി വിഡ്രോൺ. ആരെയും കാണാതെ സംസാരിക്കാതെ. And then she was feeling better. നാട്ടിൽ വരണം, മിഷണറി വർക്ക് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ നാട്ടിൽ വീട് വിറ്റു. പിന്നെ ഒരു ദിവസം പെട്ടെന്നായിരുന്നു നെർവസ് അറ്റാക്ക്. She was sinking. എനിക്ക് പശ്ചാത്താപമില്ല റോസ്. വേദനയുണ്ട്. അത് രണ്ടും ഒന്നല്ല, എനിക്കറിയാം. ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ നമുക്കൊരായുസ് മുഴുവൻ ജീവിച്ചു തീർക്കാം. ശുഭാന്ത്യമില്ല റോസ് ഈ കഥയ്ക്ക്. കാരണം ഒന്നും അവസാനിക്കുന്നില്ല ഈ ജീവിതത്തിൽ. ഒന്നും. റോസ്, എന്റെ ഉൾത്തടങ്ങളിൽ നിന്റെ ഈ മെഴുകുതിരിവെട്ടം എന്നെ എത്ര കാലമായി പിന്തുടരുന്നു. റോസ്, ഇടിമിന്നലുകൾ വെട്ടിത്തിളങ്ങുന്ന പ്രകാശമാണെന്ന് ലോകത്തിന്. അതിനു മുന്നിൽ നിന്റെ ഈ മെഴുകുതിരി വെട്ടത്തിന് എന്ത് കാര്യം? കെടുത്തിക്കളയൂ റോസ്. ഇനി ആ മെഴുകുതിരികൾ അണച്ചു കളയൂ. ഗുഡ് ബൈ റോസ്. ഗുഡ് ബൈ. എന്ത് ചെയ്യാ? ഡിന്നർ ഇവിടെ റെഡി. നീ വരാനായി വെയിറ്റ് ചെയ്യാ ഗ്രേസ് പറയാൻ. Come, sit down, baby. Let us say grace for these and all thy mercies. For this and all thy mercies. Lord, holy name. God's holy name be praised. Amen. Let us make a toast with a glass of milk. You know? അനശ്വരമായി ഒന്നുമില്ല റോസ് ഈ ഭൂമിയിൽ. പക്ഷേ സ്നേഹമുണ്ട്, ആർദ്രതയുണ്ട്, ജീവിതമുണ്ട്. അത് മതി, എനിക്കത് മതി.